എല്ലാവർക്കും ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നെയ്യപ്പമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകി സ്ട്രെയിനറിൽ വാരി വെച്ചിരിക്കുന്ന അരിയാണിത്. വെള്ളമെല്ലാം പോയിട്ടുണ്ട്. 300 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 നുള്ളുപ്പ്, നെയ്യ്, ഏലക്കാപ്പൊടി, കറുത്ത എള്ള, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഈ ശർക്കര പാനിലോട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു. നമ്മുടെ ശർക്കരയെല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചു വെക്കാം. അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മുടെ ദോശമാവിനേക്കാൾ അല്പം കൂടെ തരിതരിപ്പ് വേണം ഇതിന്. ഏകദേശം ഇഡലി മാവിന്റെ കൂട്ടുള്ള തരിതരിപ്പിലായിരിക്കണം. ഒരു തരിയൊക്കെ വേണം, അല്ലെങ്കിൽ നെയ്യപ്പം നല്ലതാവത്തില്ല. ബാക്കിയുള്ള അരിയും കൂടി ഇതിലേക്കിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഒഴിക്കാം. ബാക്കി ശർക്കര കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഈ പരുവത്തിൽ വേണം മാവ് അരച്ചെടുക്കാൻ. ഇത്രയും നീളത്തിൽ വേണം. ചെറിയ തരി വേണം ഇതിനകത്തിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള, 3/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 നുള്ള് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി വെക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. അരിയും ശർക്കരയും മാത്രം ഉപയോഗിച്ചാണ് ഇത് അരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ അരച്ചെങ്കിൽ മാത്രമേ നല്ല നെയ്യപ്പം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇവിടെ 6 മണി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് അടച്ചു വെക്കുകയാണ്. നാളെ രാവിലെ ഒരു 8 മണി കഴിഞ്ഞ് ഇത് അപ്പം ഉണ്ടാക്കാൻ എടുക്കത്തുള്ളൂ. അങ്ങനെ ഈ മാവ് അടച്ചു വെക്കുകയാണ്. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായി വരും. നെയ്യപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഓരോ തവി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു. അപ്പോൾ പെട്ടെന്ന് നെയ്യപ്പം പൊങ്ങി ഒഴിച്ചു.
ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ അല്ല നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല. പഴം ചേർത്താൽ ഉണ്ണിയപ്പത്തിന്റെ രുചിയായി പോവും. അതുകൊണ്ട് നെയ്യപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കേണ്ടതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.